السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ما يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇൽമ് എന്ന ഗ്രന്ഥമാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ഇൽമിന്റെ ഫളായിലുകളെ സംബന്ധിച്ചിങ്ങനെ വിശദീകരിച്ചു വരികയാണ്. മൊത്തത്തിൽ 13 ഫളായിലുകൾ പറഞ്ഞു. ആ 13 ഫളായിലുകളിൽ 5 ഫളായിലുകൾ നമ്മൾ വിശദീകരിച്ചു. ഇൽമിന് ഒരുപാട് ഫളലുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഫളല് പറഞ്ഞത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്ത് അത് ദിർഹമോ ദീനാറോ അല്ല, അത് ഇൽമാണ്. അതുകൊണ്ട് ദീൻ പഠിക്കുന്ന ഒരാള് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ് അയാൾ നേടുന്നത്. അതിന്റെ അവകാശിയാണ് അയാളായിത്തീരുന്നത്. രണ്ടാമത്തത് പറഞ്ഞത് സമ്പത്ത് എന്നുള്ളത് നശിക്കും, എന്നാൽ ഇൽമ് ബാക്കിയാകും. അതിന്റെ ഉദാഹരണം പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താന്നുള്ളത് പറഞ്ഞു. അത് ഇൽമിന്റെ മാത്രം ഒരു ഫള് തന്നെയാണ്. നേരത്തെ നമ്മളത് വിശദീകരിച്ചു. മൂന്നാമത്തത് പറഞ്ഞത് ഇൽമ് എന്നുള്ളത് അത് സംരക്ഷിക്കപ്പെടാനും സൂക്ഷിക്കാനും എളുപ്പമാണ്. സമ്പത്ത് പോലെയല്ല, അതിന് സെക്യൂരിറ്റി ആവശ്യമാണ്. ഇൽമിന് സെക്യൂരിറ്റി ആവശ്യമല്ല. മാത്രമല്ല, ആ ഇൽമ് അവനെ സംരക്ഷിക്കും. എന്നാൽ സമ്പത്തിനെ മനുഷ്യൻ സംരക്ഷിക്കണം. അതാണ് അതിന്റെ നാലാമത്തെ ഫളല് പറഞ്ഞത്. അഞ്ചാമത്തത് പറഞ്ഞത് മൂന്നെണ്ണം പറഞ്ഞു. നാലാമത്തത് പറഞ്ഞത് ഏറ്റവും വലിയ ഷഹാദത്ത് ഹക്ക് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് ആരാണ്? ഇൽമുള്ള ആൾക്കാരാണ്. സമ്പന്നരല്ല, ഇൽമുള്ള ആൾക്കാരാണ്. അള്ളാഹുവിന്റെ കൂടെ, അവന്റെ മലക്കുകളുടെ കൂടെ അവന്റെ വഹദാനിയത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നുള്ളത് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇൽമുള്ള ആളുകളെ സംബന്ധിച്ചാണ്. അത് അതിന്റെ മഹത്വമാണ്. അഞ്ചാമത്തത് പറഞ്ഞത് ഉലുൽ അംറിന് അനുസരിക്കാനുള്ള കൽപ്പന പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഉലുൽ അംർ എന്നുള്ളത് 2 വിഭാഗമാണ്. ഒന്ന് ഉമറാക്കളും മറ്റൊന്ന് ഉലമാക്കളും. അതിൽ ഉമറാക്കളുടെ കടമ ശരീഅത്ത് നടപ്പിൽ വരുത്തുകയാണ്. അവിടെ അധികാരം പ്രയോഗിച്ചുകൊണ്ട് ശരീഅത്ത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഉമറാക്കളുടെ ഡ്യൂട്ടി. ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശരീഅത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് വിശദീകരിച്ചു കൊടുക്കുക, ആളുകൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗക്കാരാണ് ഇൽമുള്ള ആൾക്കാരാണ്. ഈ 5 കാര്യങ്ങളാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഇനി 6ാമത്തെ നോക്കിക്കോ. ഇൽമിന്റെ ഫളലുകളിൽ 6ാമത്തത് അന്ന അഹ്ലുൽ ഇൽമി ഹുമുൽ ഖായിമൂന അലാ അംരില്ലാഹി തആല ഹത്താ തഖൂമസ് സാഅ. ഈ അഹ്ലുൽ ഇൽമ് അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഖിയാമത്ത് നാൾ വരെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളായിരിക്കും. അതിന് എന്ത് ഫിത്നകൾ ഉണ്ടെങ്കിലും ശരി, അത് ഇൽമുള്ള ആൾക്കാരുടെ പ്രത്യേകതയാണ്. അന്ത്യനാൾ വരെ എന്ന് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പല ഫിത്നകൾ ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഫിത്നകളുടെ ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശരിക്കും കറക്റ്റായിട്ട് ഒരു മുസ്ലിമായിട്ട് അവന്റെ ആദർശം കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള ഇൽമ് കിട്ടണം. പല വിധത്തിലുള്ള ഫിത്നകളാണ്. ആ ഫിത്നകൾ വിശദീകരിക്കേണ്ടതല്ലോ. അപ്പൊ അവിടെ ശരിക്കും ഒരാൾക്ക് അടിയുറച്ചു നിൽക്കണമെങ്കിൽ ശരിയായിട്ടുള്ള ഇൽമ് കിട്ടണം. അതല്ലാത്ത ആളുകൾക്ക് ആ ഫിത്നയിൽ പെട്ടുപോകുന്നുള്ള കാര്യം 100% നമുക്ക് അനുഭവമുള്ള ഒരു കാര്യം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ രാവിലെ മുഅ്മിനായ ആള് വൈകുന്നേരം കാഫിറാവുന്ന പറഞ്ഞു. വൈകുന്നേരം കാഫിറായ ആള് രാവിലെ മുഅ്മിനാവും. അത്രത്തോളം ഫിത്നകളുള്ള ഒരു ലോകം വരുന്നതാണ്, ഒരു കാലഘട്ടം ഉണ്ടാവുന്നതാണ്. അതാ പ്രയോഗം തന്നെ വളരെ ഗൗരവമുള്ളൊരു പ്രയോഗമാണ്. രാവിലെ മുഅ്മിനായ ആള് വൈകുന്നേരം കാഫിറായിത്തീരെന്ന് പറഞ്ഞാൽ രാവിലെ മുഅ്മിൻ, ഉച്ചയ്ക്ക് ശേഷം കാഫിർ, അങ്ങനെ ആയിത്തീരുന്ന ഒരു കാലഘട്ടം വരുന്നു.
എന്നാൽ അറിവുള്ളവരെന്ത് ചെയ്യും? ഈ ഫിത്നകളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കൂല. കാരണം അതിന് നേരിടാനുള്ള ഇൽമും കരുത്തും അറിവും അവർക്കുണ്ടാവും. അത് അഹ്ലുൽ ഇൽമിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ആറാമത്തെ ശ്രേഷ്ഠത. വയുസ്തദല്ലു ഇദാലിക, ഈ പറഞ്ഞതിനൊക്കെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. 6 കാര്യങ്ങളാണ് ഇപ്പോൾ. ആറാമത്തെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഓരോന്നിനും അതിന്റെ ഹദീസുകൾ തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്, ആയത്തുകൾ ദലീലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. വയുസ്തദല്ലു ഇദാലിക, ഇനി ഈ പറഞ്ഞതിന്റെ തെളിവ് ബിഹദീസ് മുആവിയ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. യഖൂലു, അദ്ദേഹം പറയുന്നു, സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസ്. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ദീനിലുള്ള അറിവ് കൊടുക്കും. വൈനമാന ഖാസിമുൻ, ഞാൻ ഓഹരി വീതം വെക്കുന്നവൻ മാത്രമാണ്. വല്ലാഹു യുഅ്തി, നൽകുന്നത് അള്ളാഹുവാണ് നൽകുന്നവൻ. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത് വലൻ തസാല ഹാദിഹിൽ ഉമ്മത്തു ഖായിമത്തൻ അല അംരില്ല. കേട്ടോ, വലൻ തസാല ഹാദിഹിൽ ഉമ്മത്തു ഖായിമത്തൻ അല അംരില്ല. ഈ ഉമ്മത്ത് അള്ളാഹുവിന്റെ അമ്രിൽ അടിയുറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ലാ യദുർറുഹും മൻ ഖാലഫഹും, അവരുടെ എതിരാളികൾക്ക് അവരെ ഒരു ഉപദ്രവവും വരുത്താൻ സാധിക്കൂല. അവ എത്ര തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഉപദ്രവങ്ങൾ ഉണ്ടായാലും അവരെന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അമ്രിൽ, അള്ളാഹുവിന്റെ ആ കൽപ്പനയിൽ, യഥാർത്ഥ ശരീഅത്തിൽ, യഥാർത്ഥ ദീനിൽ, യഥാർത്ഥ മൻഹജിൽ അവർ അടിയുറച്ചു നിൽക്കും. അതാണ് ലാ യദുർറുഹും മൻ ഖാലഫഹും. ഈ ഹദീസിന്റെ വേറെ ഒരുപാട് റിപ്പോർട്ടുകൾ വേറെ വന്നിട്ടുണ്ട്. ഹദീസുകൾ പല ആളുകളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലാ യദുർറുഹും മൻ ഖാലഫഹും എന്നാണ്. അവർക്ക് എതിരാളികൾ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. അവർക്ക് എതിരാളികൾ ഉണ്ടാവും, അവിടെ ഫിത്നകൾ ഉണ്ടാവും, ഫസാദുകൾ ഉണ്ടാവും, അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവും, അവരെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആളുകൾ. പക്ഷെ ലാ യദുർറുഹും മൻ ഖാലഫഹും, അവ എന്ത് തന്നെയാണെങ്കിലും ശരി, അവർ അള്ളാഹുവിന്റെ അമ്രിൽ അവർ അടിയുറച്ചു നിൽക്കും. ആര്? ഇൽമുള്ള ആളുകൾ. ഹത്താ യഅതി അംറുല്ലാ, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരേക്കും. ഈ ഹദീസാണ് അതിന്റെ തെളിവ്. വഖദ് ഖാലൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, അൻ ഹാദിഹി ത്വായിഫ, ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ത്വായിഫത്ത് ആരാണെന്നുള്ളത് വേറെ ചില റിപ്പോർട്ടുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ത്വായിഫത്തും മിൻ ഉമ്മത്തി എന്ന് വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഉമ്മത്താണ്, ഈ ഉമ്മത്ത്. വേറെ ചില റിപ്പോർട്ടുകളിൽ ത്വായിഫത്ത് എന്ന് വേറെ പല റിവായത്തുകൾ അതിൽ വന്നിട്ടുണ്ട്. അതിനെ ഷറഹ് ചെയ്തിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആരാണ് ആ ത്വായിഫത്ത്, അല്ലെങ്കിൽ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ ആരാണ്? ഇല്ലം യകൂനു അഹ്ലുൽ ഹദീസ് ഫല അദ്രി മൻഹും, ആ ആളുകൾ അഹ്ലുൽ ഹദീസിന്റെ ആളുകളാണ്. അവർ അഹ്ലുൽ ഹദീസിന്റെ ആളുകളല്ലെങ്കിൽ പിന്നെ ആരാണ് അവർ? ആരുടെ ഖൗലാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗലാണ്. അതിന്റെ തഖ്രീജൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വഖാൽ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ ത്വായിഫത്തിനെ വിശദീകരിച്ചിട്ട്, അല്ലെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഖൗലിനൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ്, അറാദ അഹ്മദ്, ഇവിടെ ഇമാം അഹ്മദ് ഉദ്ദേശിച്ചിട്ടുള്ളത് അഹ്ലുസുന്ന. ആരാണ്? അഹ്ലുസുന്നനെയാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വമൻ യഅ്തഖിദു മദ്ഹബ അഹ്ലിൽ ഹദീസ്, അതായത് അഹ്ലുൽ ഹദീസിന്റെ മദ്ഹബ് അഖീദയായി സ്വീകരിച്ചിട്ടുള്ള അഹ്ലുസുന്നയാണ് ഇവിടെ ത്വായിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്ത്യനാൾ വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ആളുകൾ ആരാണ്? അഹ്ലുസുന്നയാണ്. ഇവരെ സംബന്ധിച്ച് അഹ്ലുസുന്ന എന്ന് പറയും, ത്വായിഫത്തുൽ മൻസൂറ എന്ന് പറയും, അഹ്ലുൽ ഹദീസ് എന്ന് പറയും, അഹ്ലുൽ അസർ എന്ന് പറയും, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് സലഫികൾ എന്ന് പറയും. ഇതൊക്കെ അവർക്ക് പല വിധത്തിലുള്ള ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഒന്നാണ്, ഖുർആൻ, ഹദീസ്. ആ ഹദീസ് സലഫുകൾ അങ്ങനെ മനസ്സിലാക്കി അവരുടെ ആ മൻഹജ് അത് അംഗീകരിക്കുന്ന ആളുകൾ. ഖുർആൻ സുന്നത്ത് എന്നുള്ളത് എല്ലാവരും പറയും. നമ്മുടെ നാട്ടിലുള്ള ചേകനൂരികൾ വരെ പറയും, ഞങ്ങൾ ഖുർആന്റെ ആൾക്കാരാണ്, ഹദീസിന്റെ ആൾക്കാരാണ്. അതുപോലെ സംഘടനയുടെ പേരിന്റെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പൊ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഖാദിയാനികള് മിർസ പ്രവാചകനാണെന്നുള്ളതിന്റെ തെളിവ് എന്താ? ആയത്തും ഹദീസും അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം മിർസ പ്രവാചകനാണ്. അഹ്ലുൽ ഹദീസ് ആണ് അവര്. പക്ഷെ IS-നെ ന്യായീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല. കാരണം ISIS-നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള് ആ തീവ്രഭാഗത്ത്, പിന്നെ ലോകത്തുള്ള എല്ലാ സലഫി പണ്ഡിതന്മാരും പറഞ്ഞ അവര് ഖവാരിജുകളാണെന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഹദീസ് ശരിയാവില്ലല്ലോ. ലോകത്തുനിന്ന് അറിയപ്പെട്ട, അല്ലെങ്കിൽ ഈ മൻഹജ് അംഗീകരിക്കുന്ന ശരിയായിട്ടുള്ള സലഫികൾ എന്ന് അറിയപ്പെടുന്ന എല്ലാ ഉലമാക്കളും അവരെ താക്കീത് ചെയ്തിട്ടുണ്ട്, അവർക്കെതിരെ നസീഹത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ആളുകളുടെ വാദപ്രകാരം, ISIS-നെ ന്യായീകരിക്കുന്ന ആളുകളുടെ അഭിപ്രായ പ്രകാരം ഈ ഉലമാക്കളൊക്കെ ചെയ്തത് തെറ്റാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് തന്നെ തെറ്റാണ്. കാരണം ഈ ഹദീസിൽ പറഞ്ഞ എന്താ? ഒരു വിഭാഗം ആളുകൾ അന്ത്യനാൾ വരെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന
ആളുകൾ ഉണ്ടാകുമെന്നുള്ളത്. അത് ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണുള്ളത്. അപ്പൊ അത് മറ്റൊരു വിഷയം. അപ്പൊ അതാണ് അതിന്റെ 6ാമത്തെ ശ്രേഷ്ഠത. അതാണ് ആ ഫضില ആർക്കാണ്? ഇൽമുള്ള ആളുകൾക്കാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ള ഫضില കിട്ടുന്നത്. അപ്പോൾ അതിൽ പറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ മസീഹു ദജ്ജാലിന്റെ ഫിത്ന. ഏതൊരാളും പെട്ടുപോകണ ഫിത്നയാണ്. ആ ഹദീസുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. അന്തം വിട്ടുപോകും. അവൻ റബ്ബാണെന്ന് വരെ ആൾക്കാർ പറയുന്നതാണ്. കാരണം അത്തരത്തിലുള്ള അത്ഭുതങ്ങളാണ് മസീഹു ദജ്ജാൽ കാണിക്കുന്നത്. അല്ലെ, മഴ വർഷിക്കാൻ പറയുമ്പോൾ മഴ അങ്ങനെ വെച്ചു, മരിച്ച ആളെ ആട് ജീവിപ്പിക്കും, മരിച്ച ആളെ അല്ലെ. നിസ്കാരത്തിൽ ഈ മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ, അതിന്റെ ഷർറിൽ നിന്ന്, അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫിത്നയിൽ പോലും അടിയുറച്ച് നിൽക്കാൻ പറ്റുന്നത് ഇൽമുള്ള ആളുകൾക്കായിരിക്കും. 7ാമത്തേത് അന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുറഗിബ് അഹദൻ അൻ യഗ്ബിത അഹദൻ അലാ ഷൈഇൻ മിനൻ നിഅമി അല്ലതി അൻഅമ അല്ലാഹു ബിഹാ ഇല്ലാ അലാ നിഅമതൈനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയ അനുവദിച്ചിട്ടുള്ളത് 2 നിഅമത്തുകളിൽ മാത്രമാണ്. ഗൈബത്ത് അനുവദിച്ചിട്ടുള്ളത്, അസൂയ ഹസദ് അനുവദിച്ചിട്ടുള്ളത്. ഒരാൾക്ക് 2 നിഅമത്തുകൾ കിട്ടിയിട്ടുണ്ട്. ആ 2 നിഅമത്തുകളോട് മാത്രമേ ഒരാൾക്ക് അസൂയ കാണിക്കാൻ പാടുള്ളൂ. ഇൽമിന്റെ 7ാമത്തെ ഫضില വിശദീകരിക്കുന്നത്. ഏതാണ് ആ 2 നിഅമത്തുകൾ? ഒന്ന് ത്വലബുൽ ഇൽമി വൽ അമലി ബിഹി. ഒന്ന് ഈ കാര്യത്തിലാണ്. അയാളെ ഇൽമു തേടുന്നുണ്ട്, അയാളെ ഇൽമു തേടുന്നു, അയാൾ അതിനനുസരിച്ചിട്ട് അമല് ചെയ്യുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരാള് ഖുർആൻ പഠിക്കും, ഹദീസ് പഠിക്കും, ദിക്റുകളൊക്കെ പഠിക്കും, അങ്ങനെയുള്ള ദർസുകളിൽ പങ്കെടുക്കും, എന്നിട്ട് അതിനനുസരിച്ചിട്ട് അമല് ചെയ്യും. അങ്ങനെയുള്ള ഒരാൾ, ആ കാര്യത്തിൽ അയാളോട് എന്ത് ചെയ്യാം? അസൂയക്കാം. 2ാമത്തെ അത്താജിറുല്ലദീ ജഅല മാലഹു ഖിദ്മത്തൽ ഇസ്ലാം. 2ാമത്തെ ഒരു ബിസിനസ്സുകാരനാണ്, അയാളോട് നമുക്ക് അസൂയക്കാം. അസൂയ കാണിക്കണേന് കുഴപ്പമില്ല. ആ കച്ചവടക്കാരന്റെ പേരെന്താണ്? അയാളുടെ സമ്പത്ത് മുഴുവനും അയാൾ ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള 2 ആളുകളോട് മാത്രമേ എന്ത് പാടുള്ളൂ? അസൂയ പാടുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അസൂയ 2 തരത്തിലുണ്ട്. ഒന്ന് മദ്മൂമുണ്ട്, ഒന്ന് മഹ്മൂദുണ്ട്. മദ്മൂമ് എന്നുള്ളത് ആക്ഷേപിക്കപ്പെട്ടതാണ്, അത് ഹറാമാണ്, നിഷിദ്ധാണ്. 2ാമത്തത് മഹ്മൂദാണ്, അത് സുന്നത്താണ്. സുന്നത്തല്ല, അത് ആവണം എന്നുള്ളതാണ്. ഹറാമായത് എന്താണ്? അസൂയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് കൊടുത്തിട്ടുള്ള അനുഗ്രഹം അതില്ലാതാകണമെന്ന് ആഗ്രഹിക്കുക, എന്നിട്ട് അതേപോലെ എനിക്കും വേണം എന്നുള്ളത് ആഗ്രഹിക്കുക, അതേപോലെ എനിക്ക് കിട്ടും വേണം, അവൻ്റെത് നശിക്കും വേണം, അത് ഹറാമാണ്. മഹ്മൂദായ ഹസദ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഗൈബത്ത് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് അയാളോട് മത്സരിക്കുക, അത് അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ആ വിഷയത്തിൽ അയാളോട് മത്സരിക്കുക, അത് അനുവദിച്ചിട്ടുള്ള അസൂയാണ്. അതേപോലെ ആകണം എന്നുള്ളത് ആഗ്രഹിക്കുക, അയാൾ ഓവർടേക്ക് ചെയ്യണം എന്നുള്ളത് ആഗ്രഹിക്കുക, അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഗൈബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, മത്സര്യം, പരസ്പരം മത്സരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അത് ഖുർആനും ഹദീസും പറഞ്ഞാണല്ലോ, അല്ലെ, യുസാരിഊന ഫിൽ ഖൈറാത്ത് വസ്തബിഖുൽ ഖൈറാത്ത്. ഒരുപാട് ആയത്തുകൾ, ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഫലതനാഫിസുൽ മുതനാഫിസൂൻ. ഇവിടെ 2 പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഒരാൾ സ്വതക്ക കൊടുക്കുകയാണ്, ധാരാളമായിട്ട് ഒരാൾ സ്വതക്ക കൊടുക്കുന്നു. അയാൾ കച്ചവടക്കാരനാണ്, അയാളുടെ സമ്പത്ത് മുഴുവനും സമ്പന്നനാണ്, അയാൾ ഇസ്ലാമിന്റെ ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരാൾക്ക് ആഗ്രഹിക്കാം, എനിക്കതുപോലെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനും അതുപോലെ കൊടുക്കുമെന്നുള്ളത് ആഗ്രഹിക്കാം. അതേപോലെ തന്നെ ഇൽമുള്ള ഒരാള്, അയാളെ ഇൽമു പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് അനുസരിച്ചിട്ട് അമല് ചെയ്യണം, അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്കും അതേപോലെ ആഗ്രഹിക്കാം. ഇത് അനുവദിക്കപ്പെട്ടുള്ള ഏത് കാര്യത്തിലും, ഈ പറഞ്ഞ 2 മാത്രമല്ല, ഏത് കാര്യത്തിലും. ഒരാൾ നോമ്പ് വിൽക്കണം, ഒരാള് പിന്നെ വേറെന്തെങ്കിലും അമലുകൾ ചെയ്യണം, നിസ്കരിക്കണം, ഒരാൾ ദീനിയായിട്ട് നടക്കണം, വേറുള്ള സൽക്രമങ്ങൾ ചെയ്യണം. അപ്പൊ നമുക്കും അതേപോലെ ആഗ്രഹിക്കാം, അതേപോലെ ആകണം എന്നുള്ളത് ആഗ്രഹിക്കാം. ഇന്ന് നേരെ ഉൾട്ടാണ്. ഇന്ന് അസൂയ എന്നുള്ളത് നേരെ തിരിച്ചാ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു നിയമത്ത് കിട്ടിയാൽ അതില്ലാതാകണം എന്ന് ആഗ്രഹിക്കുക, അത് നശിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് ആഗ്രഹിക്കുക, അതേപോലെ എനിക്കും വേണമെന്നുള്ളത് ഒന്ന് ആഗ്രഹിക്കുക. ഒരാൾ നല്ലൊരു കാറ് വാങ്ങി, നല്ലൊരു വീട് വെച്ചു, അപ്പൊ അതിന് അസൂയ. അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ആളാണ്, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആളാണ്, അപ്പൊ അതിന്റെ പേരിൽ അയാളുള്ള അസൂയ. ഏത് കാര്യത്തിൽ അസൂയ പാടില്ല എന്ന് പറഞ്ഞോ, ആ കാര്യത്തിൽ അസൂയ. ഏത് കാര്യത്തിൽ നിങ്ങൾ അസൂയ വെക്കണം എന്ന് പറഞ്ഞോ. ഇപ്പൊ നമ്മളിവിടെ എത്ര ആൾക്കാർ കൂടിയിട്ടുണ്ട്, ആരെങ്കിലും അയാൾക്ക് എന്തൊരു ഇൽമാണ്, അയാൾ നിസ്കരിക്കണുണ്ടല്ലേ, അയാൾ നോമ്പ് വിൽക്കണുണ്ടല്ലേ, അയാൾ ഖുർആൻ ഓതുന്നത് കണ്ടില്ലേ, അയാൾ ദിക്റുകൾ ചൊല്ലുന്നത് കണ്ടില്ലേ, എനിക്കും അതേപോലെ ആകണം എന്നുള്ളത് എത്ര ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഈ കാര്യത്തിൽ എത്ര ആൾക്കാർക്ക് അസൂയ ഉണ്ടാവും, എത്ര ആൾക്കാർ മത്സരിക്കുന്നുണ്ടാവും. അവ ഏതിലെ അനുവദിച്ചോ അതില്ല, ഏത് നിഷിദ്ധമാക്കിയോ അതിലസൂയ. അവന്റെ ആ ജോലി ഒന്ന് പോയിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടുമല്ലോ, അല്ലെങ്കിൽ അവന്റെ അതേപോലത്തെ ഒരു വീട് കാണും, അല്ലെങ്കിൽ അവന് വാങ്ങിയ വണ്ടിയേക്കാൾ കാറിനേക്കാൾ വലിയൊരു കാറ് വാങ്ങണം.
എങ്കിലേ ചില ആൾക്കാർക്ക് ഉറക്കം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവന്റെ ജോലി, ഇതൊക്കെ ചില ആൾക്കാർ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങൾ. അപ്പൊ അത് ആ അസൂയക്ക് എന്താണ്? മദ്മൂമാണ്, ആക്ഷേപിക്കപ്പെട്ടതാണ്, നിഷിദ്ധാണ്, അത് പാടില്ല. എന്നാൽ അതല്ലാത്ത ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് പരസ്പരം മത്സരിക്കാം. സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിന്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിന് അദ്ദേഹം തെളിവ് കൊണ്ടുവന്നു. ഫാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്റതൈനി, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല. റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖി, അല്ലാഹു ഒരാൾക്ക് ധനം കൊടുത്തു, അയാൾ അത് ഹക്കിന്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിക്കുന്നു, ആ കാര്യത്തിൽ അയാളോട് എന്ത് ചെയ്യാൻ? നമുക്ക് അസൂയ വെക്കാം. അസൂയ വെക്കാന്ന് പറഞ്ഞാൽ അതേപോലെ എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അത് വേറെ ഹദീസ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, അത് വേറെ ഹദീസിൽ തന്നെ ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഏത്? ഇപ്പോ ബുഖാരിന്റെ റിപ്പോർട്ടിൽ കാണാം, മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിൽ ഇങ്ങനെയുള്ളത് എന്ത്? രണ്ട് കാര്യങ്ങളിൽ അസൂയ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഒരാൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, അവനത് പാരായണം ചെയ്യുന്നു, രാത്രിയും പകലും പാരായണം ചെയ്യുന്നു. അപ്പൊ അവന്റെ ഫസമിഅഹു ജാറുല്ലഹു, അവന്റെ ഒരു അയൽവാസി അവൻ ആ ഖുർആൻ പാരായണം ചെയ്തത് ഇങ്ങനെ കേട്ടു. ഫഖാല, ആ അയൽവാസി പറഞ്ഞു, ലൈതനി ഊതീതു മിസ്ലമാ ഊതിയ ഫുലാനുൻ ഫഅമിൽതു മിസ്ലമാ യഅമലു, അയാൾക്ക് ഖുർആൻ അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തല്ലോ, അതേപോലെ എനിക്കും പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഞാനും അതേപോലെ പാരായണം ചെയ്യുമായിരുന്നു, ഞാനും അതേപോലെ അമൽ ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ ആൾ റജുലിൻ ആതാഹുല്ലാഹു മാലൻ ഫയുലിക്കുഹു ഫിൽ ഹഖി ഫഖാല റജുലിൻ, ഒരാൾക്ക് അള്ളാഹ് സമ്പത്ത് കൊടുത്തു, അപ്പൊ വേറൊരാൾ പറയണേ, ലൈതനി ഊതീതു മിസ്ലമാ ഊതിയ ഫുലാൻ, ഇന്ന ആൾക്ക് നൽകപ്പെട്ടതുപോലെ എനിക്കും നൽകപ്പെട്ടിരുന്നുവെങ്കിൽ ഫഅമിൽതു മിസ്ലമാ യഅമലു, അയാൾ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുമായിരുന്നു. ഇത് വേറെ തന്നെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് ബുഖാരിന്റെയും മുസ്ലിമിന്റെയും റിപ്പോർട്ടാണ്. ഇതിൽ ഈ ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വറജുലുൻ ആതാഹുല്ലാഹുൽ ഹിക്മത ഫഹുവ യഖ്ലി ബിഹാ വയുഅല്ലിമുഹാ, അവൻ അതുകൊണ്ട് അമൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് വിധിക്കുന്നു. ഒരുപാട് വിശദീകരണങ്ങൾ അതിന് വന്നിട്ടുണ്ട്. അതാണ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അവനത് പഠിക്കുന്നു. അതിന്റെ തഹ്രീജ് അടി കൊടുത്തിട്ടുണ്ട്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പോൾ അവിടെ നമ്മുടെ വിഷയം എന്താണ്? ഇത് പഠിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാം? അതേപോലെ എനിക്കും ആകണം നല്ല അസൂയ, എനിക്കും അതേപോലെ പഠിക്കണം, ദിക്റുകൾ മനപ്പാടാക്കണം, സുന്നത്തുകൾ ചെയ്യണം, അവന്റെ അതേപോലെ ഒരു മുസ്ലിമായിട്ട് ജീവിക്കണം. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശം. അത് ഇൽമുള്ള ആളുകൾക്ക് കിട്ടുന്നൊരു ഫضലാണ്. എട്ടാമത്തത്, മാ ജാ ഫിൽ ഹദീസിൽ ലദി അഖ്റജഹുൽ ബുഖാരി അൻ അബീ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിന്ന് വന്നിട്ടുള്ള ഹദീസ്. ഈ ഹദീസ് നമ്മൾ പല തവണ കേട്ടതാണ്. മസ്ലിമാ ബഅസനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽമി കമസലിൽ ഗൈസിൽ കസീരി അസാബ അർളൻ, ഏതൊരു സന്മാർഗ ദർശനവും വിജ്ഞാനവുമായിട്ടാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്, അതിന്റെ ഉദാഹരണം ഒരു പെരുമഴ പോലെയാണ്. അൽ ഗൈസുൽ കസീർ. അസാബ അർളൻ, അത് ഒരു സ്ഥലത്ത് പെയ്തു. ഫകാന മിൻഹാ നഖിയത്തുൻ, അതിൽ നല്ല മണ്ണുണ്ടായിരുന്നു. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഖബിലത്തിൽ മാ, ആ മണ്ണ് വെള്ളം സ്വീകരിച്ചു. ഫഅംബതത്തിൽ കല വൽ ഉഷ്ബൽ കസീറ, അത് പുല്ലുകളും ചെടികളും ഒക്കെ, ധാരാളം പുല്ലുകളും ചെടികളും ഒക്കെ ഉൽപ്പാദിപ്പിച്ചു. അതൊന്ന്, ഒരു മണ്ണ്. രണ്ടാമത്തെ മണ്ണ് വക്കാനത്ത് മിൻഹ അജാദിബു, അജാദിബായിട്ടുള്ള ഒരു തരം മണ്ണും അവിടെയും മഴ പെയ്തു. ആ മണ്ണിന്റെ പ്രത്യേകത എന്താ? അംസകത്തിൽ മാ, ആ മണ്ണ് വെള്ളത്തെ പിടിച്ചു വെച്ചു. ഫനഫഅ അല്ലാഹു ബിഹന്നാസ, അത് മുഖേന അള്ളാഹു ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു, ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടി. എന്താ ഉപകാരം? ഫശരിബു വസഖൗ വസറഉ, അവരതിൽ നിന്ന് കുടിച്ചു, അവരതുകൊണ്ട് നനച്ചു, അവരതുകൊണ്ട് കൃഷി ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതാണ് രണ്ടാമത്തെ ഭൂമി. ഇവിടെ 3 മണ്ണായിട്ട് തിരിക്കാണ്, 3 ഭൂമിയായിട്ട് തിരിക്കാണ് ആ ഭൂമിയെ. മൂന്നാമത്തെ ഇതാണ് വസാബ് മിൻഹ തോഇഫത്തുൻ ഉഖ്റ, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു മണ്ണിലും ആ മഴ പെയ്തു. ഇന്നമാഹിയ ഖിആനു, അതെന്താണ്? ഖിആനാണ്. എന്താ പറഞ്ഞാല് ലാ തുംസിക്കുമാൻ വലാ തുംബിത്തു കലാൻ, അവിടെ ചെടികളോ പുല്ലുകളോ ഒന്നും മുളക്കൂല. അങ്ങനെയുള്ള ഒരു മണ്ണിലും മഴ കിട്ടി. ഇതാണ് ഉദാഹരണം. 3 തരത്തിലുള്ള മണ്ണാണ്, 3 തരത്തിലുള്ള ഭൂമി. ഫദാലിക മസലു മൻ ഫഖഹ ഫീ ദീനില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് 3 പറഞ്ഞതിന് ശേഷം ഇതാണ് ഉദാഹരണം, അള്ളാഹുവിന്റെ ദീനിൽ അറിവ് നേടിയവന്റെ ഉദാഹരണം. വനഫഅഹു മാ ബഅസനി അല്ലാഹു ബിഹി ഫഅലിമ വഅല്ലമ, അള്ളാഹുവിനെ നിയോഗിച്ചത് ഏത് മുഖേനയായിട്ടാണോ അത് അറിയുകയും അത് പഠിക്കുകയും അത് അമലാക്കുകയും ചെയ്ത ആളുടെയും ഉദാഹരണം. അതേപോലെ വമസലു മല്ലം യർഫഅ ബിദാലിക റഅസൻ, ഞാൻ കൊണ്ടുവന്നത് എന്താണോ അതിലേക്ക് തല ഉയർത്തി നോക്കാത്ത ആള്, അതായത് മൈൻഡ് ചെയ്യാത്ത ആള്. വലം യുഖ്ബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി, എന്നെ അള്ളാഹു ഏതൊരു സന്മാർഗവുമായിട്ടാണ് അയച്ചിട്ടുള്ളത് അത് സ്വീകരിക്കുകയും ചെയ്യാത്തവന്റെ ഉദാഹരണം ഇതേപോലെയാണ്. ഇതിൽ പറഞ്ഞ കാര്യം വളരെ ഏതാണ്, ഇതിൽ നമ്മളേതാന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ ഈ ഇൽമിനോടുള്ള ആളുകളുടെ സമീപനം അതിനെ 3ആയിട്ട് തിരിച്ചുകയാണ്. ഒന്ന്, നല്ല മണ്ണ്, ആടെ വെള്ളം കിട്ടിയാൽ എന്താവും? ആട് മുളച്ചു പൊന്തും, നല്ല
ചെടികളും സസ്യങ്ങളും മരങ്ങളും അവിടെ മുളച്ചു പൊന്തും. അതുകൊണ്ട് ആ മണ്ണിന് ഉപകാരം, നാട്ടുകാർക്കും ഉപകാരം, മനുഷ്യന്മാർക്കും എല്ലാവർക്കും ഉപകാരം, ജന്തുക്കൾക്കും ഒക്കെ ഉപകാരം കിട്ടും. ഇതൊരു ആലിമിന്റെ ഉദാഹരണമാണ്. അവൻ ആ ഇൽമു പഠിച്ചു, അത് അറിഞ്ഞു മനസ്സിലാക്കി, അത് അമലാക്കി, അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇതാണൊന്ന്. രണ്ടാമത്തേത് എന്താ വെച്ചാല് അവിടെ വെള്ളം തടുത്തെടുത്ത് മാത്രം ചെയ്തു. അവിടെ ഒന്നും മുളക്കൂല, പക്ഷെ വെള്ളം ഉണ്ട് അവിടെ. നമ്മള് കുളം തടാകം എന്നൊക്കെ പറയാലോ, അവിടെ വെള്ളമുണ്ട്. ആ വെള്ളം കൊണ്ട് വേറുള്ള ആളുകൾക്ക് ഉപകാരമുണ്ട്. കന്നുകാലികൾക്ക് കുടിക്കാം, അവർക്ക് കൃഷി ചെയ്യാം, നനക്ക, വേറുള്ളതൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ ഒന്നും മുളക്കൂല. ഈ ഉദാഹരണം ഇതിന് വിശദീകരണം പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല് ഇവര് നാഖിലീങ്ങളാണ്, ഹിഫ്ലാക്കുന്ന ആളുകൾ. അവർ കാര്യം പഠിക്കും, മനസ്സിലാക്കും, അത് ഹിഫ്ലാക്കും, ഇൽമിനെ അവർ സംരക്ഷിക്കും. അവരിൽ നിന്ന് എന്ത് ചെയ്യും? മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും. അവരെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം കിട്ടും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകളല്ല. മനസ്സിലാണ്ടല്ലോ. ഒന്നാമത് പറഞ്ഞ മണ്ണില് ചെടികൾ മുളക്കുന്നുണ്ട്, സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞതില് അവിടെ വെള്ളം തടുത്തു നിർത്തുക മാത്രമാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞെന്താ വെച്ചാൽ ഇവര് മതത്തില് അഗാധ പാണ്ഡിത്യമുള്ള ആളുകളല്ല. അതേപോലെ തന്നെ അമലുകളുടെ കാര്യത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്ന ആളുകളും അല്ല. ചിലപ്പോൾ സുന്നത്തിന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യും? അവര് മനസ്സിലാക്കിയ കാര്യം അവരെ ഹിഫ്ലാക്കും, അത് മറ്റുള്ള ആളുകൾക്ക് അവരത് എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ള എത്രയോ ആൾക്കാരുണ്ട്. അഗാധമായ പാണ്ഡിത്യമുണ്ട്. അവർ ചെറിയൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും, അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കും, വേറെ ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവർ നേടിയ ഇൽമു കൊണ്ട് വേറെയുള്ള ആൾക്കാർക്ക് ഉപകാരം കിട്ടും. ഇതിന് വേറെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. മനസ്സിലാണ്ടല്ലോ. ഇബ്നു സമീനൊക്കെ പറഞ്ഞത് നാഖിലീങ്ങൾ, അത് ഉദ്ധരിക്കുന്ന ആൾക്കാർ, ഹിഫ്ലാക്കുന്ന ആൾക്കാർ. അതാണ് രണ്ടാമത്തെ പറഞ്ഞത്. മനസ്സിലാണ്ടല്ലോ. ഈ രണ്ടിലും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ചിലപ്പോ വലിയൊരു ഭൂരിപക്ഷ ആൾക്കാർ ഈ മൂന്നാമത്തിലായിരിക്കും. അവിടെ വെള്ളം നിൽക്കൂല, അവിടെ ഒന്നും ഉണ്ടാകൂല, തരിശായി കിടക്കുന്ന സ്ഥലം. ആ ഭൂമിയിൽ വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലം. ഈ മൂന്നാമത്തെ വിഭാഗം ആൾക്കാരാണ് എന്ത്? അവർക്കെന്ത് ഖുർആൻ, അവർക്കെന്ത് ഹദീസ്, ദുനിയാവ് 24 മണിക്കൂർ. ആയത്തും ഇല്ല, ഹദീസും ഇല്ല, അഖീദയും ഇല്ല, ഒന്നുമില്ല, ഒരു കിതാബും ഇല്ല, ഖുർആൻ ക്ലാസ്സും ഇല്ല, ദർസും ഇല്ല, ഒന്നുമില്ല. ഇതാണ് മൂന്നാമത്തെ ആൾക്കാർ. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല, വേറൊരാൾക്ക് അതുകൊണ്ട് ഉപകാരമല്ല, ഒന്നുമില്ല, അവിടെ ഒന്നും മുളക്കണമില്ല. അങ്ങനെ ഒന്നിനും പറ്റാത്തൊരു ഭൂമിന്റെ മാതിരത്തെ കുറെ ആൾക്കാരുണ്ട് നമ്മളുടെ ഇടയിൽ കൂടെ, മുസ്ലിങ്ങളുടെ ഇടയിൽ കൂടെ. അപ്പൊ ഇതില് 1, 2, 3 ഇതില് ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുക എന്നുള്ളത് ആലോചിക്കുക. അവിടെ ഇതിൽ ഒന്നാമത്തതിൽ പെടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിനാണ് ഈ ഉദാഹരണം ഇബ്നു സൈമീൻ റളിയല്ലാഹു കൊണ്ടുവന്നത്. അപ്പൊ ഇത് ഇൽമുള്ള ആൾക്കാരുടെ ഫള് ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞില്ല, വമസലു മല്ലം യർഫഅ ബിദാലിക റഅസൻ. അതിനെ അവഗണിക്കുന്ന ആൾക്കാർ, തല ഉയർത്തി നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ തന്നെ അതിന്റെ അർത്ഥം. ഈ ഇൽമിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ. അതാണ് 8ാമത്തത് പറഞ്ഞത്. ഇനി 9ാമത്തത്, അനഹു ത്വരീഖുൽ ജന്ന. ഇൽമു തേടുക, അത് പഠിക്കുക എന്നുള്ളത് എന്താണ്? സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. ആ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താ തെളിവ്? കമാ ദല്ല അലാ ദാലിക ഹദീസ് അബീ ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ, ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചു, ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും. ഇതിനൊന്നിലധികം ഷറകൾ വന്നിട്ടുണ്ട്. അതിന്റെ തഖ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഈ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കുന്ന പറഞ്ഞാൽ അതിന് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന ബേജാർ അറിയാലോ. അവിടെ വിയർപ്പിലും മുങ്ങി കുളിച്ചിരിക്കണ, വിചാരണക്ക് എടുക്കുന്നത് എന്താന്ന് പോലും അറിയില്ല, അല്ലെ? വിയർപ്പ് കൊണ്ട് കടിഞ്ഞാനിട്ട അവസ്ഥയായിരിക്കും. അവിടെ എന്ത് ചെയ്യും? ആഖിറത്തിൽ, പരലോകത്ത്, ഖിയാമത്ത് നാളിൽ ഇവർക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം ആ ത്വരീഖ് അല്ലാഹ് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഒന്ന്, ഇൽമു പഠിക്കുന്ന ആൾക്കാർക്ക്. രണ്ടാമത്തത് എന്താ വെച്ചാല്, ദുനിയാവിൽ എന്ത് ചെയ്യും? ഇൽമു നേടാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ടല്ലോ. അതേപോലെ തന്നെ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹ് അവർക്ക് കൊടുക്കും. ദുനിയാവില് ആ ഇൽമു നേടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യും. ആ സൽക്കർമ്മങ്ങളിലൂടെ എന്ത് ചെയ്യും? അയാൾക്ക് പെട്ടെന്ന് സ്വർഗത്തിലെത്താൻ പറ്റും. ഇത് രണ്ടും വേണം. ഒന്ന് പരലോകത്തെ കാര്യം പറഞ്ഞത്, സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖിൽ ജന്ന എന്നുള്ളതിന്. ഒന്ന് ആഖിറത്തിൽ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാവും. അതിന്റെ ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? ഓരോ പ്രവാചകന്മാരെടുത്തിട്ടും പോയിട്ട് പറയാണല്ലോ. അവസാനം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേൽ ഒന്ന് പറയും റബ്ബിനോടെന്ന് പറയണതൊക്കെ അറിയാലോ. ആ അവസ്ഥയിൽ ഇൽമുള്ള ആൾക്കാർക്ക് ഖുർആനും ഹദീസും പഠിച്ച ആൾക്കാർക്ക് ആ സ്വർഗത്തേക്കുള്ള റൂട്ട് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. രണ്ടാമത്തേത്, ദുനിയാവിൽ എന്ത് ചെയ്യും? അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും. അത് ഒരു തൗഫീഖാണ്, കായിന്റെ പൈസന്റെ മാതിരിയല്ല, അത് വേറെ. ഇത് ഇൽമുണ്ടായാലും മാത്രം പോരാ. ഈ ഇൽമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അമലാക്കാനാണല്ലോ. മറ്റത് പിന്നെ ജാഹിലും ആലിമും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ.
നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണം. സെലഫി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താടി മീശയും പഠിച്ചിടന്നിട്ട് നിർത്താം സെലഫിയാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജീൻസിന്റെ പാന്റും ടീഷർട്ടുള്ള പെൺകുട്ടികളും. ആള് പേര് സെലഫിയാണ്, സെലഫി കുടുംബമാണ്. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഒലക്കമ്മല കുടുംബം എന്ന് പറയാം. ബ്രാൻഡ് സെലഫിയാണ്. അപ്പൊ അത് പോട്ടെ. അപ്പോ എന്താ വെച്ചാല് അമൽ സൽക്രമങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ദിക്റുകൾ അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് ചെല്ലാനുള്ളൊരു തൗഫീഖ് വേണ്ടേ. അതൊരുപാട് ആളുകൾ ഹിഫ്ളാക്കിയിട്ടുണ്ടാവും ദിക്റുകൾ. അത് രാവിലത്തത്, വൈകുന്നേരത്തത്, അല്ല സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള ഒരുപാട്. പക്ഷെ അത് ദിക്റുകൾ ചെല്ലാനുള്ളൊരു തൗഫീഖ് കിട്ടണ്ടേ. അപ്പൊ അതാണ് അതിന്റെ രണ്ട് ഇത്. പിന്നെ മൻ സലക ത്വരീഖൻ എന്നുള്ളതിന് രണ്ട് ഇത് വന്നിട്ടുണ്ട്. ഒന്ന് ഹഖീഖി ആയിട്ടുള്ള ത്വരീഖുണ്ട്, മറ്റത് മാനവി ആയിട്ടുള്ള ത്വരീഖുണ്ട്. അത് മറ്റേ ജാമിഉൽ ഉലൂമിൽ പറയുന്നുണ്ട്. ജാമിഉൽ ഉലൂം വൽ ഹികം മറ്റേ ഇബ്നു റജബിന്റെ അതിൽ പറയുന്നുണ്ട്. ഏത് ഹഖീഖി ആയിട്ടുള്ള ത്വരീഖുണ്ട് അത് എന്താണ്? ദർസിലേക്കൊക്കെ നടന്നു ചെല്ലുക, അവിടേക്ക് യാത്ര ചെയ്യുക, എന്നിട്ട് അത്തരത്തിലുള്ള ദർസുകളിൽ പങ്കെടുക്കുക. എവിടെയാണ് അത്തരത്തിലുള്ള ദർസുകൾ ഷെയ്ഖന്മാരുള്ളത് അവരുടെ അടുത്ത് പോയിട്ട് നടന്നിട്ട്, അതാണ് ഹഖീഖി ആയിട്ടുള്ളത്. അവിടെ പോയിട്ട് പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, ദീന് പഠിക്കുക, അഖീദ പഠിക്കുക. അത് ഇതിൽ പെടും. രണ്ടാമത്തത് മാനവി ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് നേടാനുള്ള എല്ലാ മാർഗങ്ങളും അതും ഇതിൽ പെടും. മനസ്സിലാക്കുക ത്വരീഖൻ എന്നതിൽ പെടും. നമ്മൾ ഇഫ്ലാക്കുക, അത് പിന്നെ എഴുതിക്കുക, അത് അടിവരടുക, മറ്റേ കിതാബ് വാങ്ങുക, പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് മുറാജ ചെയ്യുക, അത് ചോദിക്കുക, അത് പഠിക്കുക, അങ്ങട്ടാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതും ഈ മനസ്സിലാക്ക ത്വരീഖൻ എന്നതിൽ പെടും. ആ മാനവിയാണ്, ഹഖീഖിയാണ്. അപ്പൊ അതാണ് അതിന്റെ ബാക്കിയുള്ള വിശദീകരണങ്ങൾ പിന്നെ പറയാം. അതാണ് 9ാമത്തത് പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇത് എൽമുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ത് ഈ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണം. മനസ്സിലാണ്ടല്ലോ. അപ്പൊ ദുനിയാവിലല്ല കളി നടക്കുന്നത് എവിടെയാണ്? ആഖിറത്തിലാണ്. അവിടെയാണ് ഇത് എളുപ്പമുണ്ട് സംഗതികൾ. 10 മാ ജാഫി ഹദീസ് മുആവിയ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10ാമത്തത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഈ ഹദീസ് ഇപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു പോയി. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ അയാൾക്ക് ഫിഖ്ഹ് നൽകും, അറിവ് നൽകും. എന്നിട്ട് വിശദീകരിക്കാണ്. തഖ്രീജ് അടിയിലുണ്ട്, നോക്കില്ലേ, ബുഖാരി മുസ്ലിം. യജ്അലുഹു ഫഖീഹൻ, അതായത് അവനെ അള്ളാഹ് ഫഖീഹാക്കും. والفقه في الدين ليس المقصود به فقه الأحكام العملية المخصوصة عند أهل العلم بعلم الفقه فقط. ഇവിടെ ഫിഖ് നൽകുമെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് വരും എന്താണ്? അഹ്കാമുകളെ സംബന്ധിച്ചുള്ളതായിരിക്കും അല്ലെ. ഓരോ മസാലകൾ പഠിക്കുക, തർക്ക വിഷയങ്ങൾ പഠിക്കുക. അതായത് കർമ്മ, അതാണ് ഇവിടെ എന്ത് പ്രത്യേകം എന്ന് പറഞ്ഞത്. പിന്നെ ലൈസ മഖ്സൂദ് ബി, അതുകൊണ്ടുള്ള ഉദ്ദേശമല്ല എന്ത് ഫിഖുൽ അഹ്കാമുൽ അമലിയല്ല. അതായത് ഉലമാക്കളുടെ അടുത്ത്, അഹ്ലുൽ ഇൽമിന്റെ അടുത്ത് ഇൽമുൽ ഫിഖ് ഉണ്ടല്ലോ, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഫിഖ് ഉണ്ടാകുക എന്നല്ല അതിന്റെ അർത്ഥം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്നുള്ളതിന്റെ അർത്ഥം എന്തല്ല? കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അറിവുണ്ടാകുക, അത് പഠിക്കുക എന്നുള്ളതല്ല. അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. വലാകിനൽ മഖ്സൂദ്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഹുവ ഇൽമു തൗഹീദ് വ ഉസൂലുദ്ദീൻ. കണ്ടോ, ഒന്ന് തൗഹീദിന്റെ ഇൽമാണ്, രണ്ടാമത്തത് ദീനിന്റെ ഉസൂലുകളാണ്. വമാ യതഅല്ലഖു ബി ശരീഅത്തില്ലാഹി അസ്സ വജല്ല, മൂന്നാമത്തത് അല്ലാഹുവിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ. കണ്ടോ, ഈ 3 കാര്യങ്ങളാണ് ഫിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാവരും ഈ ഹദീസിന്റെ ഷറയിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാണ്ടല്ലോ, അതെല്ലാവരും ഈ ഹദീസിന്റെ ഷറയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ, ഒന്ന് തൗഹീദ് പഠിക്കുക, രണ്ടാമത്തത് ദീനിന്റെ ഉസൂലുകൾ, മൂന്നാമത്തത് ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്ത് പഠിക്കാനാ, തർക്ക വിഷയങ്ങൾ പഠിക്കാനായിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ അല്ലെ. അതില് മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളുകളായിരിക്കും പല ആൾക്കാരും. എന്നാൽ അള്ളാഹുവിന്റെ അർശ്, അള്ളാഹിന്റെ കുർസി, അള്ളാഹുവിന്റെ അസ്മാകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഇത് കുറവായിരിക്കും, ഇൽമു കുറവായിരിക്കും. ബാക്കിയുള്ള തർക്ക വിഷയങ്ങളിലൊക്കെ ബിരുദെടുത്തിട്ടുണ്ടാവും. പക്ഷെ ഉസൂലുദ്ദീന് അല്ലെങ്കിൽ തൗഹീദ്, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജഹിലായിരിക്കും. അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഇപ്പോഴും അള്ളാഹുവിന്റെ അർഷും കുർസിയും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ. അള്ളാഹുവിന്റെ അർഷും കുർസിയും വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള്. അപ്പൊ അതന്നെയാണ് അർഷ്. ആണോ? അള്ളാഹുവിന്റെ അർഷ്, അള്ളാഹുവിന്റെ കുർസി. അതൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. അപ്പൊ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പോലും എന്തുണ്ട്? അബദ്ധങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ ഫിഖ് കൊടുക്കുന്നാണ് പറഞ്ഞത്. അയാൾക്ക് സമ്പത്ത് കൊടുക്കുന്നോ, ആരോഗ്യം കൊടുക്കുന്നോ, മക്കളെ കൊടുക്കുന്നോ, ആൺകുട്ടികളെ കൊടുക്കുന്നോ ഒന്നല്ല പറഞ്ഞത്. ദീനിൽ അറിവ് കൊടുക്കും. കാരണം എന്താ? ദീനിൽ അറിവില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? വേറെ ഹൈർ തീരെ കിട്ടിയിട്ടില്ല എന്നല്ല, അതിന്റെ പല രൂപത്തിലുള്ള ഷറഹകൾ വന്നിട്ടുണ്ട്. ഒരാൾക്ക് ദുനിയാവെല്ലാം കിട്ടിയെന്ന് കരുതിക്കോളെ, പക്ഷെ ദീനിലുള്ള അറിവില്ലെങ്കിലോ, സ്കരിക്കാൻ പോലും അറിയില്ല, സംസ്കാരത്തിലുള്ള ദിക്റുകൾ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, അയാൾക്ക് പിന്നെ എന്ത് ഹൈറാ?
അൽഹംദുലില്ലാഹ് ഖൈറാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? അൽഹംദുലില്ലാഹ് ഖൈറാണ്, മക്കളെ കെട്ടിച്ചു, വീടായി, നല്ല വണ്ടിയുണ്ട്, നല്ല സ്റ്റാറ്റസ് ഉണ്ട്, മറ്റുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഖുർആൻ ഓതാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല. അപ്പൊ അത് ഹദീസുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിഷയം. വലൗലം യകുൻ മിൻ ഉസൂസിൽ കിതാബി വസുന്ന. എന്നിട്ട് ഇബ്നു തൈമിയ്യ റളിയല്ലാഹു പറയണ ഖുർആനിലും സുന്നത്തിലും ഇല്ല എന്ന് വിചാരിക്കുക. ഇല്ലാ ഹാദൽ ഹദീസ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലാ ഹാദൽ ഹദീസ് ഫി ഫദലിൽ ഇൽമി, ഇൽമിന്റെ ഫദലിനെ കുറിച്ച് പറയുന്ന ഈ ഒരു ഹദീസ് അല്ലാതെ ഖുർആനിലും ഇല്ല ഹദീസിലും ഇല്ല ആണ് വിചാരിച്ചോളി. എങ്കിൽ തന്നെ ലക്കാന കാഫിയൻ ഫിൽ ഹസ്സി അലാ തലബിൽ ഇൽമി ശരീഅത്തി വൽ ഫിഖ്ഹി ഫീഹാ, ശരീഅത്തിൽ അറിവ് നേടാനും ഇൽമു നേടാനും ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി. വേറെ ഒരു ഹദീസും ഖുർആനിലും ഇല്ല, ഹദീസും ഇല്ല നിങ്ങൾ കരുതിക്കോളി. ഒരു ഹദീസും ഇല്ല, ഒരായത്തും ഇല്ല. പക്ഷെ ഇൽമിന്റെ ഫദലിന്, ഇൽമു നേടണം എന്നുള്ളതിന് തെളിവായിട്ട് അതിന്റെ ഫദലിന് ഈ ഒരൊറ്റ ഹദീസ് മതി ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയും. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇപ്പോൾ 10 കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇനി 11, 12, 13, 3 കൂടി, പിന്നെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, വിഷയങ്ങൾ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.